അപ്പ ചുറ്റി പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സൂപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. തൊട്ടു പിന്നാലെ ഇന്ന് അതിരാവിലെ തന്നെ അതിന് ചുട്ട മറുപടിയുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. കോവിദ് മാഷ് ഒരാവേശത്തിലങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്. ഫാദർ ഫിലിപ്പ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ DYFIയുടെ ചോട്ടാ നേതാക്കന്മാർ നടത്തിയ വിമർശനങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഭാഷ തന്നെയാണ് MV ഗോവിന്ദൻ ഇന്നലെ പൊതുയോഗത്തിൽ വെച്ച് നടത്തിയത്. ആ ഒരു ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയുമായി ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. RSSനെ പ്രീണപ്പെടുത്താൻ, RSSനെ സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനയായിട്ട് മാത്രമേ ഇത്തരം ജൽപ്പനങ്ങളെ കാണുന്നുള്ളൂ. ഇതൊന്നും ഗൗരവമായ ഒരു രാഷ്ട്രീയ വിമർശനമായി കാണുന്നില്ല. ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അന്തസ്സായി അത്തരം വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് മറുപടി പറയാൻ തയ്യാറാവണം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പരോക്ഷമായ ആ ഒരു ചർച്ചയിൽ നിന്ന് മാറി പ്രത്യക്ഷമായ വാക്പോരിലേക്ക്, രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തന്നെയാണ് ഈ പ്രതികരണങ്ങൾ വഴിവെക്കുന്നത്. വിനോദ് മൊറയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.